ഇയ്യോബ് അവൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അധപ്പതനം കർത്താവ് മാറ്റുന്നു. ഇയ്യോബിനുണ്ടായിരുന്ന സകലവും കർത്താവ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അവനെ മുൻപരിചയമുണ്ടായിരുന്നവരും അവൻ്റെ ഭവനത്തിൽ അവൻ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അവൻ്റെ മേൽ കർത്താവ് വരുത്തിയ എല്ലാ വേദനകളെയും കുറിച്ച് അവർ സഹതപിച്ചു, അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുവനും അവൻ ഓരോ നാണയവും ഓരോ പൊന്മോതിരങ്ങളും കൊടുത്തു. അവൻ്റെ മുൻകാല അവസ്ഥയേക്കാൾ വളരെ കൂടുതലായി ദൈവം അവൻ്റെ പിൻകാല സ്ഥിതിയെ അനുഗ്രഹിച്ചു. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏറ് കാളകളും 1,000 പെൺകഴുതുകളും ഉണ്ടായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. അവരിൽ ഒരുവൾ മോമോ എന്നും രണ്ടാമത്തവൾക്ക് കെസുവ എന്നും മൂന്നാമത്തെ മകൾക്ക് കർണാഫോക്ക് എന്നും പേരിട്ടു. ഇയ്യോബിൻ്റെ പുത്രിമാരെ പോലെ സുന്ദരികൾ ദേശത്തൊരിടത്തും ഉണ്ടായിരുന്നില്ല. അവരുടെ പിതാവ് അവർക്ക് അവരുടെ സഹോദരന്മാരോടുകൂടി അവകാശം കൊടുക്കുന്നു. ഇവയ്ക്കെല്ലാം ശേഷം ഇയ്യോബ് 140 സംവത്സരങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഇയ്യോബ് അവൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കാണുന്നു. ഇയ്യോബ് വൃദ്ധനായി തൻ്റെ ജീവിത നാളുകൾ കൊണ്ട് സംതൃപ്തനായി മരിക്കുന്നു. കഷ്ടകാലത്തിലിരുന്ന ഇയ്യോബിന് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അധപ്പതനത്തെ കർത്താവ് പൂർണ്ണമായി നീക്കം ചെയ്ത് അവൻ്റെ ജീവിതത്തിന് വിജയം നൽകുന്നു.